ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? അപ്പം ഞാൻ രാവിലെ തന്നെ പല്ലെല്ലാം തേച്ച് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ചായക്കടിക്ക് പൂരിയാണ്. അപ്പം ആ പൂരിക്കുള്ളത് ആദ്യം കുഴച്ച് മാറ്റി വെക്കണം. കുറച്ച് സമയം വെച്ചാലല്ലേ പൂരി കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ പൂരിക്കുള്ളത് കുഴച്ച് വെക്കുന്നുണ്ട്. ആട്ടപ്പൊടിയിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കൽ. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം കാത്തുക്കുട്ടിയുണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ. അല്ലെങ്കിൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവലുള്ളൂ. അപ്പോൾ ഇതാ പൂരിക്കുള്ളതെല്ലാം നമ്മൾ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിക്കുള്ളത് നോക്കണം. കറിക്ക് ഞാൻ തക്കാളി, ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം ചെറുങ്ങനെ മുറിച്ച് ചോപ്പറിലിടുന്നുണ്ട്. ചോപ്പറിലിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുമ്പം ചെറുതായി മുറിച്ചിട്ട് കിട്ടും. നമുക്കൊരു മുട്ടക്കറിയും കൂടി തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുക്കാൻ നിൽക്കുന്നത്. നമുക്ക് രാവിലെ അമ്മക്ക് പണിക്ക് പോകേണ്ടത് കൊണ്ട് ചോറും കറിയും വറവും എല്ലാം രാവിലെ തന്നെ ആക്കേണ്ടതുണ്ട്. ഇവള് തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഓളൊരു തക്കാളി കൊതിച്ചാണ്. അപ്പോൾ നമ്മൾ കറിക്കുള്ള മുട്ട ഞാൻ പുഴുങ്ങാൻ കുക്കറിലാണ് വെക്കൽ. അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെക്കണം. മുട്ടേൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊതുവെ പുഴുങ്ങാനിങ്ങനെ വെക്കൽ. അപ്പം നമുക്ക് കറിയെല്ലാം സെറ്റാക്കാം. അമ്മ ദൂരെ പണിക്ക് പോകുന്നത് കൊണ്ട് അമ്മക്കും ചായക്കടിയും ചോറും കറിയും എല്ലാം കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇത്ര രാവിലെ, അല്ലെങ്കിൽ ഇത്ര രാവിലെയൊന്നും ആക്കലില്ല. അങ്ങനെ നമ്മൾ പണിയെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കറി ഒരു ഭാഗത്താകുന്നുണ്ട്. അമ്മ കൊണ്ടുപോകാനുള്ള ചമ്മന്തി വറവിലിടുന്നുണ്ട്. കടുകെല്ലാം ഇട്ടിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇതാ നമ്മളെ മീൻകറി തിളക്കുന്നുണ്ട്. മീൻകറി അടുപ്പത്താണ് വെക്കുന്നത്. വറവ് അമ്മ രാവിലെ ആക്കിനേനു, അതുകൊണ്ട് വറവിൻ്റെ വീഡിയോ ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ എണീച്ചിട്ടാണ് ആക്കിയത്. അപ്പോൾ നമ്മൾ പൂരിക്കുള്ളത് കുഴച്ച് വെക്കുന്നുണ്ട്. കുറച്ച് പൂരി മാത്രം നമ്മളിപ്പോൾ ആക്കും, ബാക്കിയുള്ളത് പിന്നെ ആക്കും. അമ്മക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ വേഗം ആക്കി അവിടെ വെക്കുന്നതാണ്. എന്നുവെച്ചാൽ ഈ പാത്രത്തിലാക്കുമ്പോൾ ചൂട് തണിയണമല്ലോ. അപ്പം നമ്മളിത് ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ചായ വെച്ചിനേനു, അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല. അപ്പോൾ അമ്മ ഇത് അമ്മക്ക് കൊണ്ടുപോകാനുള്ള പൂരി എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം പാക്കാക്കിയിട്ട് പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പോകുന്ന പോലെയാണ് അമ്മ ഇപ്പോൾ പണിക്ക് പോവുക. കുറച്ച് ദൂരെയാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ ആടെ അങ്ങനെ ആളൊന്നും നിൽക്കാത്ത സ്ഥലം, അതുകൊണ്ടാണ് ചോറെല്ലാം കൊണ്ടുപോകേണ്ടി വരുന്നത്. നോർമലി അല്ലെങ്കിൽ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോക്കൊന്നുമില്ല. അമ്മ തേപ്പിൻ്റെ പണിക്കാണ് പോക്ക്. അത് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട്. പാത്രമെല്ലാം ഇതിവിടെ കഴുകി സെറ്റാക്കിയിട്ട് അച്ഛനും മൂക്കും തിന്നാൻ കൊടുക്കണം. അവർ രണ്ടാളും തിന്ന് കഴിഞ്ഞിട്ടാകുമ്പം പണിയുണ്ട്. ബെഡ്ഷീറ്റെല്ലാം വൃത്തിയിൽ മടക്കി വെച്ച് അടിച്ച് വാരി നമുക്ക് കൂത്തുപറമ്പ് പോകേണ്ടതുണ്ട്, ഹോസ്പിറ്റലിൽ. അപ്പം ഞാനിതാ അടിച്ച് വാരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് പല്ലുവേദന ആയത് കൊണ്ടാണ് എനിക്ക് ചവക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസം മുന്നേ പല്ല് കൂത്തുപറമ്പ് നമ്മളെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കാണിച്ചിട്ടുണ്ടായിന്. അപ്പം എൻ്റെ ഈ ചായ കുടിയും കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ടുണ്ടായിന്, പക്ഷെ അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല. അലക്കി അങ്ങനെ ആറിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി മാറ്റാം. ഇത് ഞാൻ ചെറിയൊരു ട്രാൻസാക്ഷൻ വീഡിയോ പോലെ എടുത്തത് ഞാൻ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. അപ്പം അച്ഛനും മോളെല്ലാം മഴക്കോട്ട് ഇടുന്നുണ്ട്. ഞാൻ ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇട്ടിന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി OP ടിക്കറ്റിന് ക്യൂ നിന്നിന്. OP ടിക്കറ്റിന് ക്യൂ നിന്നിട്ട് ആശുപത്രിയിൽ കുറേ സമയം പോസ്റ്റായിന്. അങ്ങനെ നമുക്ക് ഗൈനക്കോളജി വിഭാഗത്തിലാണ് കാണിക്കേണ്ടത്. ഒരു 7 മാസം മുന്നേ നമ്മൾ കൊടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിനെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കൂത്തുപറമ്പ് കാണിച്ചിട്ട് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിന്. ഓളോടെല്ലാം വർത്താനെല്ലാം പറ്റി നമ്മളെ വീട്ടിലെത്തി. ഇത് വീട്ടിലേക്കുള്ള പെരിയാന്ന്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. നമ്മൾ വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജയിൽ ബിരിയാണി കിട്ടും. അപ്പം അത് മേടിച്ചിട്ടുണ്ടായിന്. അപ്പം അതാണ് നമ്മൾ തിന്നുന്നത്. ഒരുറക്കമെല്ലാം കഴിഞ്ഞിട്ട് കാത്തുക്കുട്ടി ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാനും ഓളപ്പുറം കുറച്ച് സമയം കളിക്കാനിരിക്കലുണ്ട്. ഞാനൊക്കെ ഒരു വീടെല്ലാം ഉണ്ടാക്കി കൊടുത്തിന്.
ഇതാണ് ഞാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത തട്ടിക്കൂട്ട് വീട്. ഇത് വലുതും ചെറുതുമായിട്ടുണ്ട്. അപ്പം രണ്ടിനെ കൊണ്ടും ആക്കീനി. അങ്ങനെ കാത്തുക്കുട്ടിക്ക് മാങ്ങയെല്ലാം കൊടുത്തിട്ട് ഞാനിതാ മിറ്റടിച്ചു വരുന്നുണ്ട്. ഈ മാങ്ങ തിന്നു കഴിഞ്ഞ പാട് തന്നെ ഓൾ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്തിട്ടുണ്ടായ ചളിയിൽ കളിക്കുന്നുണ്ട്. ഇവക്ക് ഇങ്ങനെ മണ്ണിൽ ചളിയിൽ കളിക്കുന്നതിലാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് വേണം ഓളെ കുളിപ്പിക്കാൻ. അപ്പം അത് കഴിഞ്ഞ് ഓളെ കുളിപ്പിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഏച്ചിയെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചായ, ഇത്രപ്പാട് ചായ വെച്ചിന്. അല്ലെങ്കിൽ പൊതുവെ അമ്മ മാത്രമേ വൈകുന്നേരം ചായ കുടിക്കലുള്ളൂ. അപ്പം ഞാൻ ചായ വെക്കുന്ന ക്യാപ്പിന് രനീഷേട്ടൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാത്തുക്കുട്ടി ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റും തിന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ രനീഷേട്ടൻ കുറച്ച് മീനും മേടിച്ചിട്ട് വന്നിനേനു. അപ്പോൾ ആ മീൻ മുറിച്ച് വെക്കണം. നാളെ രാവിലത്തേക്കുള്ള മീനാണ്. അപ്പോൾ ഇപ്പം മുറിച്ച് വെച്ചാൽ പിന്നെ നാളെ രാവിലെ എണീറ്റ് കറി വെക്കുമല്ലേ വേണ്ടു. ഇതെന്തോ തോല് പൊളിക്കുന്ന മീനാണ്. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞിനേനു, ഞാൻ മറന്നുപോയി. അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് മുള്ളുണ്ടാവും. അപ്പോൾ ഇനി അത് മസാല പെരക്കി വെക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് പെരക്കിയിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചാൽ നാളെ രാവിലെ പിന്നെ മീൻ മുറിക്കേണ്ട പണിയില്ലല്ലോ, കറി വെക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അതിനിടയിൽ ഏച്ചിയെല്ലാം വന്നിനേനു. ഏച്ചിയും പിള്ളേരും ഏട്ടനും ഏച്ചിൻ്റെ ഭർത്താവും എല്ലാം വന്നിനേനു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പം ഞാനിതാ മസാലയെല്ലാം പെരക്കി വെക്കുന്നുണ്ട്. ഇനി അതൊരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കാത്തൂട്ടി ഇത് ഇടുന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെയാണ് നമ്മളൊരു ഡേ ഉണ്ടാവല്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.